മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കും, മൻ നബിയുക്, ആരാണ് നിന്റെ നബി എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാദാ തഖൂലു ഫിർ റജുൽ അല്ലദീ ബുഇസ ഫീ, നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള, നിയോഗിച്ചിട്ടുള്ള ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം, നിനക്ക് എന്തറിയാം? അതായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്നാണ്. ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ പറയും, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഈ വ്യക്തിയെ എനിക്ക് പരിചയമുണ്ട്. ഇത് ഞങ്ങളിലേക്ക് ദീൻ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. മലായികത്തുകളുടെ ചോദ്യം, മലായികത്തുകൾ ചോദിക്കുന്നു, വകൈഫ അറഫ്ത ദാലിക്, എങ്ങനെയാണ് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയത്, അറിഞ്ഞത്? അവിടെ സത്യവിശ്വാസികളുടെ മറുപടി എന്താ? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് വായിച്ചിട്ടുണ്ട്. ഫആമൻതു ബിഹി, ആ കിതാബിൽ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വഅമിൽതു ബിഹി, ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഖുർആൻ ഹിദായത്തിന്റെ ഗന്ധം പഠിപ്പിക്കാൻ വന്ന നബിയാണിത്. ആ നബിയാണ് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചത്. അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ ഹുക്കുമുകളുമെല്ലാം സ്വഹാബത്തിനെ പഠിപ്പിച്ചത് ഈ നബിയാണ്. സ്വഹാബത്ത് താബിയങ്ങൾക്ക്, താബികൾ തബഉ താബിയങ്ങൾക്ക്, അങ്ങനെ ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് കിട്ടിപ്പോന്നതാണ്. ഈ മുഹമ്മദ് നബിയെ ഞങ്ങൾക്കറിയാം. അള്ളാന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച, ഖുർആൻ പഠിച്ച, അതനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ പിൻപറ്റി എന്ന് പറയാൻ കഴിയുകയുള്ളൂ.